അതാണ് ഉപയോഗിക്കല്. അത് ഒരു പലകയിലടച്ച് ഈ ബാക്കിയുള്ള സമയങ്ങളിൽ രാവിലത്തെ ഈ ചവിട്ടി പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ ഉറക്കില്ല, ഈ താളം തന്നെ വീണ്ടും പിടിച്ച് പഠിക്കലാണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞാൽ ഉച്ച ഭക്ഷണം അതും കൃത്യസമയത്തിന് അമിതമായിട്ട് ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ല. കുറച്ച് ദ്രവരൂപത്തിലുള്ള കഞ്ഞി ആണ് കഴിക്കല്. ഈ തിരുവനന്തപുരത്തെ കുറിച്ചുള്ള ഒരു അവബോധം എല്ലായിടങ്ങളിലും എത്തിക്കാനും അങ്ങനെ ഒന്ന് റെജുവിനേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, സ്ക്രിപ്റ്റിംഗ് ഡാൻസ് ആൻഡ് കണ്ടംപററി ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. അമേരിക്കയിലെ ലെക്സിംഗ്ടൺ ബുക്സ് ആണ് അത് പബ്ലിഷ് ചെയ്ത്. ഇനി മെയ് 2015 തോന്നി ഇനി പബ്ലിഷ് ചെയ്യാൻ ഇരിക്കുന്നു. അപ്പോൾ അതേക്കുറിച്ചൊന്ന് പറയാമോ? അത് എൻ്റെ ജീവിതത്തിൻ്റെതായ ഈ അനുഭവങ്ങൾ, ഈ ഇതിൻ്റെതായ ഐതിഹ്യങ്ങൾ, ഇത് എങ്ങനെ ഉണ്ടായി, ഇതിന് എത്രത്തോളം നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും. ഇത് പൂർവികന്മാർ ചെയ്തു വന്നു, ആ ചെയ്തു വന്നതിനെ ബാക്കിയുള്ള കൂട്ടർ അതേപോലെ അനുസരിച്ചു. ഇപ്പോൾ അതുപ്രകാരം ഇതുവരെ ഉണ്ടായിരുന്നു. ഇത് ക്ഷേത്രത്തിൽ മതിൽക്കെട്ടിന് അകത്തായതുകൊണ്ട് പുറമേലെ ആൾക്കാർക്ക് ആർക്കും കാണാൻ പറ്റുന്നില്ല. ആൾക്ക് ക്ഷേത്രപ്രവേശനമില്ലാത്ത കാലത്തുള്ള ശക്തിയാണ് ഇന്നും അവലംബിക്കുന്നത്. അത് ശരിയല്ല. എല്ലാവർക്കും ക്ഷേത്രത്തിൽ വരാനും ഈ കല ആസ്വദിക്കാനും ഉള്ളൊരു കഴിവ് വേണം എന്ന് നമുക്ക് തോന്നുന്നു. അപ്പോൾ മതിൽക്കെട്ടിനകത്തേക്ക് ഇപ്പോൾ എല്ലാ ജാതിക്കാർക്കും എല്ലാ സമുദായക്കാർക്കും പ്രവേശനമായെങ്കിൽ കൂടിയും ഇത് കാണാനുള്ള സൗകര്യം കിട്ടുന്നില്ല. ചിലപ്പോഴത് രാത്രി കുറേ വൈകി 2 മണിക്കലായിട്ട് ആൾക്കാർക്ക് ഇത് കണ്ട് വീട്ടിൽ പോയി പിന്നെ എത്തിച്ചേരാനുള്ള സമയം കിട്ടും. സന്ധ്യക്ക് മുമ്പായി അല്ലെങ്കിൽ കുറച്ച് നേരത്തെ കൃത്യസമയമായിട്ട് ഇതിന് ചെയ്യുന്ന ചിട്ടപ്പെടുത്തിയിട്ടില്ല. ഓരോ ക്ഷേത്രത്തിനനുസരിച്ചിട്ടുള്ളതായ രാവിലെ ഉഷാപൂജ, ഉച്ചപൂജ, വൈകുന്നേരത്തെ ദീപാരാധന, അത്താഴപൂജ, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത്. അപ്പോൾ ആൾക്കാർക്ക് അതിനുള്ള സൗകര്യം കിട്ടുന്നില്ല. അപ്പോൾ ഇത് പൊതുവേദികളിൽ പിന്നെ അവതരിപ്പിച്ചാൽ മാത്രമേ ഇത് എല്ലാവർക്കും അറിയപ്പെടാൻ സാധിക്കുള്ളൂ. അതിൻ്റെ കലാപരമായ ഒരു അതെ, ഇതിൻ്റെതായ പ്രധാന ഭാഗങ്ങൾ ക്ഷേത്രത്തിൽ അതിൻ്റെതായ ചിട്ട അതൊന്നും ഇല്ലാതെ ഉണ്ട്. ഇതിൻ്റെ കല മാത്രം വിളക്ക് പാണി കൊട്ടണം. ഇതെടുക്കുന്ന സമയത്ത് പാണി മാറാതെ സമയത്തിൽ ആൾക്കാർ പാണി കൊട്ടണം. വിളക്കിൻ്റെ അകമ്പടി വേണം. അങ്ങനെ എല്ലാവരുടേതായ ക്ഷേത്രന്മാരുടെ അനുഭവത്തോടു കൂടിയിട്ട് ചെയ്യേണ്ടതാണ്. അപ്പം ആ ഒരു ചടങ്ങ് അതിൻ്റെതായ ഇതൊന്നും ഇല്ലാതെ കണ്ട് വെറും അതേ പിന്നെ ശിവേലി ബിംബത്തിൻ്റെതായ നമ്മളൊരു ഡ്യൂപ്ലിക്കേറ്റ് രൂപം ഒരു മരം കൊണ്ടുണ്ടാക്കിയിട്ട് അതേപോലെയുള്ളതാക്കിയിട്ട് അതിൻ്റെ ഈ കലാഭാഗം മാത്രം എടുത്തിട്ട് നമ്മൾ ചെയ്യലാണ്. അപ്പോൾ അതിനെന്നെ വെല്ലുവിളിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഗുരുനാഥൻ തന്നെ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അത് ഇങ്ങനെ പൊതുവേദികളിൽ അവതരിപ്പിക്കുന്നത് വിമർശനങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു നൃത്തരൂപം എല്ലാവരും അറിയപ്പെടണമെങ്കിൽ ആരും അറിയപ്പെടുന്നത് മുമ്പ് പണ്ട് കാലത്ത് കഥകളി, കൂടിയാട്ടം മുതലായ ഈ കലകളൊന്നും പുറത്ത് പൊതുവേദികളിൽ അവതരിപ്പിക്കാറുണ്ടായിരുന്നു. അതെല്ലാം ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് ചില ആൾക്കാരുടേതായ ഉത്സാഹപരമായും ഇന്നിപ്പോൾ എല്ലാ ദിക്കിലും കഥകളി, കൂടിയാട്ടം, ചാക്കയാടുണ്ട്. എന്താണ് ഈ നൃത്തരൂപം തെക്കൻ കേരളത്തിലോട്ട് വരാതിരുന്നത്? അതിന് പ്രത്യേകിച്ച് ഓരോരോ ദേശത്തിനും ആചാരം എന്നാണ് അതിനെ പറയുന്നത്. ഓരോ ദേശത്ത് ഓരോ ആചാരം. ഈ വടക്കൻ കേരളത്തിൽ തറ എന്ന് പറയും, മുഖത്തെടുത്ത് എല്ലാം ചെയ്ത്